ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടാട്ടം ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് കോമ്പിനേഷനായിട്ടാണ് പഴം. അപ്പോൾ റോബസ്റ്റ പഴമാണ്. പുട്ടും റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ പുട്ടും പഴം ഇവിടെ മക്കൾക്കൊക്കെ നല്ല ഇഷ്ടമാട്ടോ. പക്ഷേ എനിക്കങ്ങനെ പഴം കുഴച്ച് പുട്ട് കഴിക്കുന്ന ഇഷ്ടമല്ല. ഞാൻ പുട്ട് വെറുതെ കഴിക്കുകയുള്ളൂ. ഇവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവരുടെ ഇഷ്ടം ആകുമ്പോൾ എനിക്ക് എളുപ്പമാണ്. ഞാനിപ്പോൾ ഇന്ന് പുട്ടും പഴമാണ്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിള്ളേരൊക്കെ സ്കൂളിലൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഉച്ചയ്ക്ക് കറി വയ്ക്കാനായിട്ട് മീൻ വാങ്ങിയേക്കണത് വറ്റയാട്ടോ. ഇതിന് ഇങ്ങനെ വറ്റയുടെ ചെറിയ വറ്റകളാണ്. വറ്റാന്ന് ഇവിടെ പറയണേ. ഇതിൻ്റെ തോലിങ്ങനെ ഊരിക്കളയുന്ന ടൈപ്പ് മീനാണ്. അങ്ങനെ അതൊക്കെ ക്ലീനാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് കറി വയ്ക്കുന്നില്ല, ഫ്രൈ ചെയ്യണേ ഉള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മസാലയൊക്കെ തേച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ബീൻസ് കിട്ടിയായിരുന്നു, നല്ല ഇളം ബീൻസ് ആയിരുന്നു. അപ്പോൾ അതും അരിഞ്ഞു വെച്ചിട്ടുണ്ട് തോരൻ വയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്ന് ബീൻസ് തോരനും മീൻ ഫ്രൈയും ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ അതിൻ്റെയൊക്കെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ബീൻസ് തോരനുണ്ടാക്കാനൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ. നമ്മൾ സവാളയും പച്ചമുളകും വേപ്പിലയും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ടൊന്ന് വാട്ടിയെടുത്തിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള ബീൻസ് ഇട്ട് ഉപ്പിട്ട് മൂടി വെച്ച് വേവിക്കും. പിന്നെ അതൊന്ന് വെന്ത് വരുമ്പോഴത്തേനും അതിലേക്ക് തേങ്ങയും ചിരകിയിട്ടെടുക്കും. അങ്ങനെയായിട്ട് പല ടൈപ്പിൽ നമുക്ക് തോരൻ വയ്ക്കാം. ഇന്നിപ്പോൾ ഞാൻ ഇങ്ങനെയാണ് വയ്ക്കുന്നത്. അങ്ങനെ അതൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ കഴിഞ്ഞ ദിവസം വ്ളോഗിൽ ഞാൻ പറഞ്ഞില്ലേ, ഞാനൊരു ചേച്ചീനെ പരിചയപ്പെട്ട കാര്യമൊക്കെ. അപ്പോൾ കുറേ പേര് എനിക്ക് കമൻറ്റ് ഇട്ടിട്ട് എനിക്ക് ഭയങ്കര സന്തോഷമായി. എല്ലാവർക്കും തന്നെ ഇപ്പോൾ ഇതുപോലെ നമ്മൾക്ക് എല്ലാവരോടും സംസാരിക്കാനും എല്ലാവരെയും സ്നേഹിക്കാനും ഒക്കെ നമുക്ക് ഇഷ്ടമുണ്ടല്ലേ. അപ്പോൾ പക്ഷേ എനിക്ക് നേരെ ഓപ്പോസിറ്റായിട്ടുള്ള അനുഭവങ്ങളും ഉണ്ടാവാറുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളോട് വളരെ ക്ലോസ് ആയിട്ടുള്ള ആളുകൾ ചില സമയത്ത് അപ്പോൾ ഇന്നലെ വരെ നമ്മളോട് നന്നായിട്ട് ചിരിച്ചും കളിച്ചും ഒക്കെ സംസാരിച്ചവരായിരിക്കും. പിറ്റേ ദിവസം നമ്മൾ അതേ സ്നേഹത്തിൽ തിരിച്ചു ചെല്ലുമ്പോൾ അവർ നമ്മളെ കണ്ടാൽ മൈൻഡ് ചെയ്യാറില്ല കേട്ടോ. എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. ചില സമയമാകുമ്പോൾ അവർക്ക് ജാട കയറും. അപ്പോൾ നമുക്ക് ഫീൽ ചെയ്യും അത്. ചിലപ്പോൾ നമ്മളൊരു ഒരു ഫങ്ഷന് കുറേ പേരുടെയൊക്കെ മുമ്പിൽ വെച്ചിട്ടൊക്കെ ആയിരിക്കും. നമുക്കത് ശരിക്കും ഇൻസൾട്ടായിട്ട് ഫീലൊക്കെ ചെയ്യും. പിന്നെന്താ ചെയ്യുക, നമ്മളവിടുന്ന് മാറിപ്പോകും. അങ്ങനെയുള്ള അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ പലർക്കും പല സ്വഭാവമാണല്ലേ. അപ്പോൾ ഞാൻ പറഞ്ഞു എന്താണെന്ന് വെച്ചാൽ, നമ്മളെ സ്നേഹിക്കണവരെ നമ്മളും സ്നേഹിക്കുക. നമ്മളോട് അകലം പാലിക്കണവരുടെ അടുത്ത് നമ്മളും അകലം തന്നെ പാലിക്കണം. അവർ നമ്മളോട് അകലം പാലിക്കണമെന്ന് കണ്ടിട്ടും വീണ്ടും നമ്മൾ അവരോട് അടുക്കാൻ ചെല്ലണ്ട. അത് നമുക്ക് തന്നെ നാണക്കേടിന് തന്നെ വഴിയാവും. അപ്പോൾ അവർ നമ്മളോട് അകലം പാലിക്കുമ്പോൾ നമ്മളും അവർ എത്ര അകലാണോ പാലിക്കുന്നത് അതിൽ നിന്ന് കുറച്ചുകൂടി അകലം അങ്ങോട്ട് പാലിച്ചേക്കുക. കുറേ സമയം കഴിയുമ്പോൾ അവർ തിരിച്ച് തന്നെ വന്നോളൂ കേട്ടോ. അപ്പോൾ അതിനിടയ്ക്ക് ഇതാ മീനൊക്കെ ഫ്രൈ ചെയ്യാനൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ സാധാരണ മീൻ അപ്പുറത്താണ് ഫ്രൈ ചെയ്യാറ്. ഇന്ന് ഇവിടെ തന്നെ അങ്ങോട്ട് ഫ്രൈ ചെയ്തു. എനിക്ക് പണിയും കിട്ടിയിട്ടുണ്ട്. അടുപ്പൊക്കെ ഇനി ക്ലീൻ ആക്കണം. അപ്പോൾ ഉച്ചയ്ക്കത്തെ ഊണൊക്കെ അങ്ങനെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ വൈകുന്നേരം നോക്കുമ്പോൾ നല്ല മഴ കേട്ടോ. റോട്ടിൽ കൂടെയൊക്കെ ഇങ്ങനെ പുഴ പോലെ വെള്ളം പോവാണ്. അപ്പോൾ ഇളയാളുടെ സ്കൂൾ ബസ് വരാറായിട്ടുണ്ട്. അപ്പോൾ ഞാനതങ്ങനെ നോക്കിയിരിക്കുന്നതാണ്. അപ്പോൾ അതാ നല്ല മഴ. അപ്പോൾ പിന്നെ അതൊന്ന് വീഡിയോ എടുത്തതാണ്. ഇങ്ങനെ മഴ കണ്ടിരിക്കാനൊരു പ്രത്യേക സുഖമാണല്ലേ. നമ്മൾ പണ്ട് സ്കൂളിൽ പോയതൊക്കെ ഓർമ്മ വരും. നമ്മളൊക്കെ നടന്നാണല്ലോ സ്കൂളിൽ പോകുന്നത്. അപ്പോൾ ഈ മഴ വരുമ്പോൾ കുടയൊക്കെ ചൂടി ഈ റോട്ടിലൊക്കെ ഇങ്ങനെ വെള്ളം കെട്ടിക്കിടക്കുന്നുണ്ടാവും. ഇന്നത്തെ കാലത്തല്ല കേട്ടോ, അന്ന് റോട്ടിലൊക്കെ വെള്ളം കെട്ടിക്കിടക്കണം നല്ല കണ്ണീര് പോലെ നല്ല തെളിഞ്ഞ വെള്ളമായിരിക്കും. അപ്പോൾ നമ്മൾ ഇടയ്ക്ക് കാലൊക്കെ ഒന്ന് കഴുകാനൊക്കെ തോന്നും. പക്ഷേ ഇപ്പം അങ്ങനെയൊക്കെ കഴുകിക്കഴിഞ്ഞാൽ രോഗാണുക്കളും അസുഖങ്ങളും ഒഴിഞ്ഞിട്ട് നേരം ഉണ്ടാവില്ല കേട്ടോ. ഇന്നത്തെ റോട്ടിൽ കെട്ടിക്കിടക്കണ വെള്ളം പോയിട്ട് റോട്ടിൽ പോലും ചവിട്ടാൻ പാടില്ല, അത്ര അണുക്കളാണ്. അന്നൊന്നും അങ്ങനെയല്ലല്ലോ. പ്രകൃതിയൊക്കെ ഇതിലും നന്നായിട്ട് തന്നെ സുരക്ഷിതമായിരുന്നു. ഇപ്പം അതൊന്നും പറ്റില്ല. അപ്പോൾ അതൊക്കെ അങ്ങനെ ഓർത്തിരിക്കുക കേട്ടോ. അപ്പോൾ ഈ മഴ കാണുമ്പോൾ എനിക്ക് നല്ല മഴ ഉണ്ട് കഴിഞ്ഞാൽ എനിക്ക് കോഫി കുടിക്കാൻ തോന്നും. അപ്പോൾ കോഫി പൗഡർ ഇരിക്കുന്നുണ്ടാവും. എന്നാൽ പിന്നെ ഒരു കോഫി ഇടാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അടുക്കളയിൽ വന്നതാണ്. മോനൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ സ്കൂൾ വിട്ട്. അങ്ങനെ പാലൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ കോഫി പൗഡറൊക്കെ ഇട്ട് കൊടുത്തു. പിന്നെ കോഫി ഇട്ട് കുടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ബിസ്ക്കറ്റ് ഉണ്ട്, അപ്പോൾ അത് എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ അവർ പുട്ടൊക്കെ ഉണ്ടെങ്കിൽ രാവിലത്തെ പുട്ടോ അല്ലെങ്കിൽ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ എന്തായാലും വൈകുന്നേരം ഉണ്ടെങ്കിൽ സ്കൂൾ വിട്ട് വരുമ്പോൾ മക്കൾ കഴിച്ചോളൂ കേട്ടോ. അത് കഴിച്ചിട്ട് പിന്നെ അവർ കോഫിയും കഴിച്ചോളും. അവർക്കങ്ങനെ നിർബന്ധങ്ങളൊന്നുമില്ല, കൊടുക്കുന്നത് കഴിച്ചോളും. അത് തന്നെ ഒരു സമാധാനമാണ്. അങ്ങനെ കോഫിയൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ
എനിക്ക് പുതിയ കോഫി മഗ് വാങ്ങി തന്നാണ് ഹസ്ബൻഡ്. അപ്പോൾ പിന്നെ ജ്യൂസ് ഗ്ലാസും അതൊക്കെ പഴയതായിട്ടുണ്ടായി. അപ്പോൾ എനിക്ക് കുറച്ച് പുതിയ ഐറ്റംസൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് അത് ഉദ്ഘാടനം ചെയ്യാമെന്നും പറഞ്ഞിട്ട് ഞങ്ങൾ അതിലാട്ടോ ഇന്ന് കോഫി എടുക്കണത്. അങ്ങനെ കോഫിയൊക്കെ റെഡിയായി മഗ്ഗിലേക്കൊക്കെ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് മഴ കണ്ടിട്ട് തന്നെ കോഫി കുടിക്കാനാണ് ഇഷ്ടം. ഞാനതൊക്കെ ആയിട്ട് പയ്യെ സിറ്റ് ഔട്ടിലേക്ക് തന്നെ പോകും. അങ്ങനെ കോഫിയൊക്കെ റെഡിയായി, ഞങ്ങളിനി കോഫി കുടിക്കാൻ പോവാണ്. അപ്പോൾ എൻ്റെ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ്. വീണ്ടും അടുത്ത വീഡിയോയിൽ അടുത്ത വിശേഷങ്ങളുമായിട്ട് വരാം. അതുവരേക്കും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.